ചരിത്രമുറങ്ങുന്ന കൊച്ചിയുടെ കലൂരിന്റെ മണ്ണിൽ ബ്ലാസ്റ്റേഴ്സ് വിജയക്കൊടി പറത്തിയിരിക്കുന്നു. 3 മത്സരങ്ങളിലായി പേറി നടന്ന വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും അവർ അറുതി വരുത്തിയിരിക്കുന്നു. ആഘോഷവും ആഹ്ലാദവും നിറഞ്ഞ നയനസുന്ദരമായ ആ രാത്രിയെ ആരാധകർ അവിസ്മരണീയമാക്കിയിരിക്കുന്നു. ജെഎൽഎൻ സ്റ്റേഡിയത്തിൽ മത്സരം വീക്ഷിക്കാനെത്തിയ ഓരോ കാണികൾക്കും ഈ കഥയെക്കുറിച്ചാണ് പറയാനുള്ളത്. കലൂരിന്റെ പുൽത്തകിടുകളെ കോരിത്തരിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഐതിഹാസിക തിരിച്ചുവരവിന്റെ കഥ. മൈതാനത്തിറങ്ങിയ ഓരോ മഞ്ഞക്കുപ്പായക്കാർക്കും വേണ്ടിയാണ് കൊച്ചി സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞത്. അവരുടെ പ്രോത്സാഹനവും ആർപ്പുവിളികളുമാണ് കളിക്കാരുടെ ആത്മവിശ്വാസം. ആ ജനതയുടെ സ്വപ്നങ്ങളായിരുന്നു അവരുടെ പ്രചോദനം. ഒടുക്കം സ്വന്തം മണ്ണിൽ നേടുന്ന ആ ഉജ്ജ്വല വിജയത്തിന് തന്ത്രം മെനഞ്ഞ ഇവാൻ വുക്കോമനോവിച്ച് എന്ന സെർബിയക്കാരനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്ര പുസ്തകത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. 3 വർഷമായി കൂടെ കൂടിയ ആരാധകർക്ക് വേണ്ടി അയാൾ നേടിക്കൊടുത്തതാണ് ഈ വിജയം. പരിക്കുമാറി തിരിച്ചെത്തിയ വിപിനും ജിക്സണും ഒരുമിച്ച് ആദ്യ 11ലേക്ക് കൊണ്ടുവന്ന ഇവാന്റെ ടാക്ടിക്കൽ മൂവുകൾ എന്തുകൊണ്ടും ശരിവെക്കുന്ന പ്രകടനമാണ് മൈതാനത്ത് കണ്ടത്. മത്സരത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കളിയിൽ പരിക്കുപറ്റി പുറത്തായ സച്ചിന് പകരം കരഞ്ജിത്തും, ലെസ്കോക്ക് പകരം ഹോർമിയും, ഡാനിഷിന് പകരം വിപിനും, ഐമനും ഇഷാനും പകരം ദിമിയും രാഹുലും സ്കോഡിലേക്ക് തിരിച്ചു വിളിച്ച് 4-4-2-ൽ ബ്ലാസ്റ്റേഴ്സ് പടയൊരുങ്ങി. നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള തോൽവി മനാലോ മാർക്കസ് ഗോവൻ സ്കോഡിൽ പല അയച്ചുപണികളും നടത്തി. മുന്നേറ്റ നിര പൂർണ്ണമായും പുനർക്രമീകരിച്ച ഗോവൻ സംഘം ദിമിയിലൂടെ തുടക്കം കുറിച്ച അറ്റാക്കുകൾ പിന്നീട് അങ്ങോട്ട് കേരള ഗോൾമുഖം നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. സെറ്റ് പീസുകളെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ ഗോവ പരമാവധി ശ്രമിച്ചു. 6ാം മിനിറ്റിലെ കോർണറിൽ ഒരു തകർപ്പൻ വോളിലൂടെ ബോർജസ് ആദ്യ വെടി പൊട്ടിച്ചു. ഹെരേറ എടുത്ത കോർണർ ആരാലും ക്ലിയർ ചെയ്യപ്പെടാതെ ബൗൺസ് ചെയ്ത പന്തിനെ പോസ്റ്റിലേക്ക് എത്തിക്കാൻ റൗളിൻ ബോർജസിന് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. ഫ്രീമാനായി പന്തിനു വേണ്ടി കാത്തുനിന്ന റൗളിൻ ഡിസംബറിലെ ആദ്യ ലെഗിന്റെ തനി ആവർത്തനം ഇവിടെ കൊച്ചിയിലും പുറത്തെടുത്തു. ആടിയുരഞ്ഞ ഡിഫൻസിലെ പാളിച്ചകൾ ഒരിക്കൽ കൂടി ഗോവ മുതലെടുത്തു. 17ാം മിനിറ്റിൽ ഹോർമിയെ നിഷ്പ്രയാസം മറികടന്ന സദോയുടെ പന്ത് ചെന്നെത്തിയത് യാസിറിലേക്ക്. യാസിറിന്റെ കൂൾ ടച്ച് സ്കോർ 2 ഉയർത്തി. നോവയുടെ ഡേഞ്ചർ റണ്ണുകൾ തടയിടാനാവാതെ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ആടിയുലഞ്ഞു. 2 ഗോളിന്റെ ലീഡിൽ ആദ്യ പകുതിക്ക് പിരിഞ്ഞ കൊച്ചി സെക്കൻഡ് ഹാഫിലേക്ക് തിരിച്ചു വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ പല മാറ്റങ്ങളും ദൃശ്യമായി തുടങ്ങി. 2ാം പകുതിയുടെ തുടക്കത്തിൽ ഓൺ ടാർഗറ്റ് ഷോട്ടിലൂടെ ദിമി മത്സരത്തിന്റെ താളം കണ്ടെത്തി. ഗോവയിൽ നിന്നും വരുന്ന മിസ്പാസുകളെ ബ്ലാസ്റ്റേഴ്സ് ആക്രമണങ്ങളാക്കി മാറ്റി. 50ാം മിനിറ്റിൽ ദിമിയിലൂടെ ലഭിച്ച ഫ്രീകിക്കിന് സക്കായുടെ റൈറ്റ് ഫുട്ട് മറുപടി. പന്തിനെ തൈകിത്തലോടി മൈൽ കണക്കെ അർഷദീപിന്റെ പോസ്റ്റിലേക്ക് വിരിഞ്ഞിറങ്ങുന്ന കാഴ്ച. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച ഫ്രീകിക്ക് ഗോളുകളിലെന്ന് കലൂർ സാക്ഷ്യം വഹിച്ചു. കളി മുറുകിക്കൊണ്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് ഭയന്ന് ഗോവൻ ഡിഫൻസ് കൂടുതൽ ശക്തിപ്പെടുത്തി. ബ്ലാസ്റ്റേഴ്സിന്റെ ഡേഞ്ചർ ക്രോസുകളും കോർണറുമെല്ലാം പിടിപ്പതു പാടുപെട്ട് ക്ലിയർ ചെയ്തു. 79ലെ സക്കായുടെ ക്രോസ് ബോളിന് തടയിടാൻ കൈ ഉപയോഗിച്ചതിന് കാൾ മക്യൂന് യെല്ലോ കാർഡും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി പെനാൽറ്റിയും റഫറി വിധിക്കുന്നു. ടീമിനു വേണ്ടിയുടനീളം അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച അന്നത്തെ മത്സരത്തിൽ നായകനായി വേഷമണിഞ്ഞ ദിമിത്രിയോസ് പെനാൽറ്റി കിക്കിനായി ഒരുങ്ങി. ടീമിന്റെ ടോപ്പ് സ്കോറർക്ക് അർഷദീപിനെ കാഴ്ചക്കാരനാക്കി ഗോളടിക്കാൻ മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നിരിക്കുന്നു. 2 ഗോളിന് പിറകിൽ പോയ ബ്ലാസ്റ്റേഴ്സ് ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നു. ഹാഫ് ടൈം വരെ ദയനീയ പ്രകടനം പുറത്തെടുത്ത ബ്ലാസ്റ്റേഴ്സിന് സെക്കൻഡ് ഹാഫിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഡ്രസ്സിംഗ് റൂമിലെ ആ 15 മിനിറ്റ് നേരം ഇവാൻ എന്ത് തന്ത്രമായിരിക്കും സ്കോഡിൽ കൊണ്ടുവന്നത്? അതിനിടയിൽ 2 സബ്സ്റ്റിറ്റ്യൂഷനുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുകയുണ്ടായി. ജിക്സണിന് പകരം അസറും രാഹുൽ കെപിക്ക് പകരം ഐമനെയും കൂടി കളത്തിലേക്ക് അയച്ച് ഗോവയെ ഇവാൻ സമ്മർദ്ദത്തിലാക്കി. ഇടത് വിങ്ങിലൂടെയുള്ള ഐമന്റെ കടന്നുകയറ്റവും ആദ്യ പകുതിയെ അപേക്ഷിച്ച് ശക്തി പ്രാപിച്ച ഡിഫൻസിന്റെ പ്രകടനവും ഗോവ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. ലെഫ്റ്റ് വിങ്ങിൽ ഐമൻ കൊടുത്ത ക്രോസ് ഗോൾ പോസ്റ്റിലേക്ക് പറഞ്ഞയച്ച് ദിമി വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി അവതരിച്ചു. അയാളുടെ മാന്ത്രിക സ്പർശം ബ്ലാസ്റ്റേഴ്സിനെ വിജയവഴിയിലേക്ക് നയിച്ചു. കൊച്ചി സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. കലൂരിന്റെ മണ്ണിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗംഭീര തിരിച്ചുവരവ്. വാട്ട് എ മാച്ച് ആൻഡ് വാട്ട് എ പ്ലേ. 1 ഗോളിന്റെ മുൻതൂക്കം ഒരിക്കലും വലിയ ആധിപത്യമായി കണക്കാക്കാൻ സമയമായിട്ടില്ല. 1 ഗോൾ കൂടെ നേടി സേഫ് സോൺ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതനാണ്.
തുടർച്ചയായി 3 മത്സരങ്ങളിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടം നേടിയ ലിത്വേനിയൻ നായകൻ ഫെഡോർ ചെർണിക്ക് മേലിലുള്ള ഇവാന്റെ വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കും വിധം മറ്റൊരു സുന്ദര മുഹൂർത്തം കൂടി കൊച്ചി സാക്ഷ്യം വഹിച്ചു. അസറിൽ നിന്നും വന്ന പന്തിനെ ദിമ്മിൽ നിന്നും മറിച്ച് സ്വീകരിച്ച് റൈറ്റ് ഫുട്ട് കൊണ്ടൊരു വെടിയുണ്ട അർഷദീപിന്റെ ഫസ്റ്റ് പോസ്റ്റ് മുത്തമിട്ടതോടെ സ്കോർ 4 ഉയർന്നു. 2 ഗോളിന് പിറകിൽ പോയതിനു ശേഷം 4 ഗോളുകൾ മടക്കിയടിച്ച് തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തൻ്റെ ആദ്യ ഗോൾ ഫെഡോർ കരസ്ഥമാക്കുന്നു. തോൽവി പ്രതീക്ഷിച്ചിരുന്ന പലരെയും അത്ഭുതപ്പെടുത്തി ഒടുക്കം ഫെഡോർ കൂടി ഗോവയ്ക്കുമേൽ അവസാന ആണിയും അടിച്ചതോടെ സ്റ്റേഡിയത്തിലെ മഞ്ഞക്കടൽ പ്രകമ്പനം കൊണ്ടു. ഇത്ര നന്നായി മത്സരത്തെ മാറ്റിയെടുക്കാൻ ഇവരെ പഠിപ്പിച്ച ഈ മനുഷ്യനെ ഏതു വാക്കുകൾ കൊണ്ടാണ് വർണ്ണിക്കുക? അവിശ്വസനീയമാം വിധം മത്സരത്തിലേക്ക് തിരിച്ചുവന്ന ബ്ലാസ്റ്റേഴ്സിനെ ഇത്ര മനോഹരമായി വരച്ചെടുക്കാൻ ഇയാൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? പതിറ്റാണ്ടുകാലം ഒരു കപ്പിനായി ദാഹിച്ചവശരായ സംഘക്കാർക്കുള്ള ഊർജമാണ് ഈ വിജയം. സമയം ഇനിയും വൈകിയിട്ടില്ല. കിരീടമെന്ന സ്വപ്നം സാഫല്യമാക്കാൻ ഈ സ്കോൾ കൊണ്ട് ഇവാന് സാധിക്കട്ടെ. കാൽപന്തെന്ന ഉരുണ്ട വികാരം ലോകത്തുരുളുന്ന കാലത്തോളം മലയാളികൾ ഈ വിജയം ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു തുടക്കം മാത്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.